ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. നീറ്റ് 2024 ഉണ്ടായ പ്രശ്നങ്ങളെയും അതിൻ്റെ റിസൾട്ടിനെയും ഒക്കെ റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ഇവൻറ്റ്ഫുള്ളായ ഒരു ദിവസത്തിലൂടെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കടന്നുപോയത്. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്ത് ഒരുപാട് അപ്ഡേറ്റ്സ് നമ്മൾക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഇത് മക്കളെ ഒന്ന് അറിയിക്കാനാണ് വന്നത്. ഏറ്റവും ആദ്യം നമ്മളുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അറിയിച്ചിരിക്കുന്നത് ഒരു എക്സ്പേർട്ട് പാനൽ, ഒരു ഹൈ പവർ കമ്മിറ്റിയെ ഈ നീറ്റ് എക്സാമിൻ്റെ കണ്ടക്ഷനായിട്ട് നിയമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എയിംസിലെ റിട്ടയേർഡ് വൈസ് ചാൻസലേഴ്സ്, പിന്നെ റിട്ടയേർഡ് ഇസ്രോ ചെയർമാൻസ്, അങ്ങനെ ഒരുപാട് എക്സ്പേർട്സ് അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണിത്. ആ പാനലാണിത്. ആ പാനലിലുള്ളത് ഡോക്ടർ കെ രാധാകൃഷ്ണൻ, ഫോമർ ചെയർമാൻ ഓഫ് ഇസ്രോ ആൻഡ് ചെയർമാൻ ഓഫ് ബോഗ് IIT കാൺപൂർ. ഡോക്ടർ കെ രാധാകൃഷ്ണനാണ് ഈ പുതിയ ഹൈ പവർ കമ്മിറ്റിയുടെ ചെയർമാൻ. ആൻഡ് ഡോക്ടർ രൺദീപ് ഗുലേറിയ, ഫോമർ ഡയറക്ടർ ഓഫ് എയിംസ് ഡൽഹി, മെമ്പർ. ആ ഫുൾ കമ്മിറ്റിയുടെ പാനൽ നമുക്ക് ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം കേട്ടോ. പിന്നെ പ്രൊഫ് BJ റാവ്, വൈസ് ചാൻസലർ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്. പ്രൊഫസർ രാമൂർത്തി കെ, പ്രൊഫസർ Emeritus Department of Civil Engineering, IIT Madras. ശ്രീ പങ്കജ് ബൻസൽ, co-founder പീപ്പിൾ സ്ട്രോങ് ആൻഡ് ബോർഡ് മെമ്പർ, കാമയോഗി ഭാരത്. അങ്ങനെ ഒരുപാട്. അതുപോലെ തന്നെ പ്രൊഫസർ ആദിത്യ മിറ്റൽ, ഡീൻ സ്റ്റുഡൻറ്റ് അഫയേഴ്സ് IIT ഡൽഹി. ഇങ്ങനെയുള്ള എക്സ്പേർട്ട് പാനലാണ് ഈ ഒരു ഹൈ പവർ പാനൽ എന്ന് തന്നെ നമുക്ക് പറയാം. നമ്മുടെ NTA റീപ്ലേസ് ചെയ്തുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ NTA കാര്യങ്ങൾ ഇനി അങ്ങോട്ട് ഈ എക്സാമിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ ലെറ്റ്സ് ഹോപ്പ് ഫോർ ഗുഡ് തിങ്സ് ടു ഹാപ്പൻ, റൈറ്റ്? പിന്നെ രണ്ടാമതായിട്ടുള്ള കാര്യം, അത് നമ്മളെല്ലാവരും ഒരുപാട് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആയിരുന്നു. അതായത് നമ്മുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ പറഞ്ഞിരിക്കുന്നത്, ഒരു ട്വീറ്റിലൂടെ അറിയിച്ചിരിക്കുന്നത്, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എൻട്രസ്റ്റ് ദ മാറ്റർ ഓഫ് അലേർജ് ഇറഗുലാരിറ്റീസ് ഇൻ നീറ്റ് UG എക്സാമിനേഷൻ 2024 ടു CBI ഫോർ ദ കോംപ്രഹെൻസീവ് ഇൻവെസ്റ്റിഗേഷൻ. അതായത് ഈ നീറ്റ് UGയിൽ നടന്നിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും, പേപ്പർ ലീക്ക്, അതുപോലെ അതിനെതിരെ ഫയൽ ചെയ്തിരിക്കുന്ന എല്ലാ കംപ്ലയിൻസും ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കാനായിട്ട് CBI സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അവർ പറയുന്നത് സർട്ടൈൻ കേസസ് ഓഫ് അലേർജ് ഇറഗുലാരിറ്റീസ്, ചീറ്റിംഗ്, ഇംപേഴ്സണേഷൻ, മാൾ പ്രാക്ടീസസ് ഹാവ് ബീൻ റിപ്പോർട്ടഡ്. അതൊക്കെ CBI ഡീറ്റെയിൽ ആയിട്ട് ഇനി അന്വേഷിക്കും. മറ്റൊരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് പറയുന്നത്, നമുക്ക് മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ തന്നിരിക്കുന്നത്, അതായത് ഒരു ആക്ട് പാസ്സായിട്ടുണ്ട്, പബ്ലിക് എക്സാമിനേഷൻ ആക്ട് 2024. അതായത് പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ്. ഈ എക്സാമുകളിൽ നടക്കുന്ന ഇതുപോലെയുള്ള പേപ്പർ ലീക്ക് അല്ലെങ്കിൽ ഇറഗുലാരിറ്റീസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്തുകൊണ്ടുള്ള, ഇനി അങ്ങനെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവർക്ക് കടുത്ത ശിക്ഷയും പിഴയും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ആക്ട് പാസ്സായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിൽ അതെന്താണെങ്കിലും പ്രാബല്യത്തിൽ വരികയും, അപ്പോൾ ഇങ്ങനെയുള്ള ഇറഗുലാരിറ്റീസ് ഇങ്ങനെയുള്ള പബ്ലിക് എക്സാമുകളിൽ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില അപ്ഡേറ്റ്സ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുപോലെ ഒരു ഹൈ പവർ കമ്മിറ്റി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം, NTA ഓൾഡ് ചെയർമാനെ ഇപ്പോൾ റീപ്ലേസ് ചെയ്തിട്ടാണ് ഈ പുതിയ ചെയർമാൻ വന്നിരിക്കുന്നത്. അപ്പം അതും നമ്മൾക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ കാരണം നിങ്ങൾക്കറിയാം, ഈ ഒരുപാട് എക്സാം ഈ ദിവസങ്ങളിൽ ക്യാൻസൽ ചെയ്തിരിക്കുന്നു അല്ലേ? അതും മക്കൾ അറിഞ്ഞു. നെറ്റ് എക്സാം ക്യാൻസൽ ചെയ്തു, അതുപോലെ നീറ്റ് PG ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താ മനസ്സിലാക്കുന്നത്, ഇറഗുലാരിറ്റീസ് ഇതിലൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നീറ്റ് UG എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിലേ അല്ല, ശരിക്കും പറഞ്ഞാൽ എല്ലാ എക്സാമുകളും വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ, ലോകത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആസ്പിരൻസ് അപ്പിയർ ചെയ്യുന്ന വൺ ഓഫ് ദി എക്സാം ആണ് നീറ്റ് UG. അപ്പോൾ ഡെഫിനറ്റ്ലി ഇങ്ങനൊരു എക്സാം ഇത്രയും അധികം അഴിമതികൾ നടന്നപ്പോൾ എന്താണെങ്കിലും അതിനെതിരെ അതിപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു. അത് വളരെ വലിയൊരു നാഷണൽ ഇവൻ്റായി തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്കൊരു പ്രതീക്ഷിക്കാവുന്ന കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമുക്കൊരു നല്ലൊരു ഡിസിഷൻ തന്നെ പ്രതീക്ഷിക്കാം. ഒരുപാട് ഡിസിഷൻസ് ഇപ്പം വന്നിട്ടുണ്ട്. പിന്നെ മക്കൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നിങ്ങളിപ്പോൾ ആകെ ഒരു കൺഫ്യൂഷനിലാണ്. ഞങ്ങൾ ഇനി നീറ്റ് 2024 പഠിക്കണോ അതോ നീറ്റ് 2025 വേണ്ടി പഠിക്കണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ വരും ദിവസങ്ങളിൽ നമ്മൾക്ക് ഇതിനും ഒരു സൊല്യൂഷൻ ഉണ്ടാകും. എന്ത് തന്നെ ആണെങ്കിലും നമ്മൾക്ക് വിൽ ഫിഗർ ഇറ്റ് ഔട്ട് ടുഗെദർ. വേറെ ഒന്നും നിങ്ങൾ കേൾക്കേണ്ട. എനിക്ക് എൻ്റെ സ്റ്റുഡൻസിനോട് ഫ്രം മൈ എൻഡ് വാട്ട് ഐ ഹാവ് ടു ടെൽ യു ഇസ്, പ്ലീസ് ഡോണ്ട് സെറ്റിൽ ഫോർ ലെസ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ വേറെ ഒന്നിനും വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യാതിരിക്കുക. ഡോണ്ട് സെറ്റിൽ ഫോർ എനിത്തിങ് എൽസ്, ബിക്കോസ് ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ റൈറ്റ് ജഡ്ജ്മെൻറ്റ്. അപ്പോൾ ഒരുപാട് പേര് റീനീറ്റ് വരും എന്നുള്ള ഇതിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ റീനീറ്റ് വരികയാണെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി റിവൈസ് ചെയ്യണം, പഠിക്കണം, ബ്രഷ് ചെയ്യണം അല്ലേ? അപ്പോൾ ഐ ഡോണ്ട് നോ ഹൗ മച്ച് ദാറ്റ് ഈസ് പ്രാക്ടിക്കലി പോസിബിൾ. പക്ഷേ സത്യസന്ധമായി പഠിച്ചു വന്ന മക്കൾക്ക് അതൊന്നും കൂടി ബ്രഷപ്പ് ചെയ്ത് പഠിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ആ പ്രതീക്ഷയിലിരിക്കാം. അല്ലെങ്കിൽ ഒരു റീപബ്ലിക്കേഷൻ ഓഫ് റിസൾട്ട്സ് അല്ലെ, കറക്റ്റായിട്ടുള്ള ജസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ റിസൾട്ട്സ്, സത്യമായിട്ടുള്ള നിങ്ങളുടെ റിസൾട്ട് റീപബ്ലിഷ് ചെയ്യാനുള്ള വഴിയായിരിക്കാം ഇനി വരുന്നത്. എന്താണെങ്കിലും ലെറ്റ്സ് ബി പ്രിപ്പയർഡ് ആൻഡ് വി ആർ വിത്ത് യു. അപ്പോൾ മക്കൾ ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ട് ഇരിക്കുക. ആൻഡ് ഓൾസോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ റൈറ്റ് ജഡ്ജ്മെൻറ്റ്. കാരണം ഇങ്ങനെയുള്ള കുറേ മൂവ്സ് ഇപ്പോൾ നടന്നിട്ടുണ്ട്. നമ്മൾ ഇനി എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരികയാണെങ്കിൽ മക്കളെ അറിയിക്കുന്നതായിരിക്കും. So stay positive, future doctors.
ഓൾ ദി ബെസ്റ്റ്.